തിരുവനന്തപുരം ആര്യൻകോട് പ്രതിക്ക് നേരെ SHO വെടിയുതിർത്തു. ആര്യൻകോട് SHO കാപ്പ കേസ് പ്രതി കൈരി കിരണിന് നേരെയാണ് വെടിവെച്ചത്. ഒരു മാസം മുൻപ് നോട്ടീസ് നൽകാൻ എത്തിയ പോലീസ് സംഘത്തെ പ്രതി കിരൺ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു മാസം മുൻപത്തെ ദൃശ്യമാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തരം ഒരു മാസം മുൻപ് സമൻസ് നൽകാൻ പോയപ്പോഴുള്ള സ്ഥിതിയാണിത്. പിന്നീട് ഇയാൾ സമൻസ് കൈപ്പറ്റിയോ, അന്ന് നാട് കടത്തിയതാണോ, വീണ്ടും തിരികെ എത്തിയതാണോ? ഈ പോലീസ് വെടിവെച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ട ശേഷം ഇയാളെക്കുറിച്ച് വിവരമുണ്ടോ? രതീഷ്, തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ നാട് കടത്തപ്പെട്ട പ്രതി കൈരി കിരണിനെ നേരെ ആര്യൻകോട് SHO തൻസീൻ അബ്ദുൾ സമദാണ് വെടിയുതിർത്തത്. ഇന്ന് രാവിലെ ഈ കാപ്പ കേസിൽ നാട് കടത്തപ്പെട്ട പ്രതി തിരിച്ചു വീട്ടിലെത്തി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ SHOയും ആറംഗ പോലീസ് സംഘവും വീട്ടിലെത്തിയത്. ഉടൻ തന്നെ ഇയാൾ വെട്ടുകത്തിയുമായി പോലീസിന് നേരെ ചാടി വീഴുകയായിരുന്നു. അപ്പോഴാണ് SHO തോക്കെടുത്ത് വെടിയുതിർത്തത്. പക്ഷേ വെടി അയാൾക്ക് ഏറ്റിട്ടില്ല. അയാൾ ഉടനെ ഭയചകിതനായി വെട്ടുകത്തിയുമായി ഓടി രക്ഷപ്പെട്ടു. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇയാൾ അക്രമാസക്തനാണ്, അപകടകാരിയായ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഒരു മാസം മുമ്പ് ഇയാൾക്ക് ഈ നടപടിയുടെ ഭാഗമായി നോട്ടീസ് കൊടുക്കാൻ പോലീസ് പോയപ്പോൾ അയാൾ വീട്ടിൽ കാണിച്ച പരാക്രമം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെട്ടുകത്തിയുമായി നടത്തിയ പരാക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അന്ന് ആ നോട്ടീസ് വാങ്ങി ഒളിവിൽ നാട് കടത്തപ്പെട്ടതാണ്. അതിനുശേഷം അയാൾ ഇന്നലെ തിരിച്ചു വന്ന് വീട്ടിൽ ഏതാണ്ട് 12ഓളം യുവതികളുമായി ചേർന്ന് കേക്ക് മുറിച്ചൊക്കെ ആഘോഷങ്ങളൊക്കെ നടത്തി, ലഹരി പാർട്ടി നടത്തിയെന്നൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് പുലർച്ചെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഇയാൾ അക്രമാസക്തനായി വെട്ടുകത്തിയുമായി SHOയ്ക്ക് നേരെ ചാടി വീണത്. ആ സമയത്താണ് വെടിയുതിർത്തത്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അപകടകാരിയായ ഒരു അക്രമിയാണ്. അക്കാര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. അനിവാര്യമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതാണ് ഇപ്പോൾ ഇതുവരെ വന്ന വിവരങ്ങളിൽ ഉള്ളത്.